മരിച്ചുകൊണ്ടാണ് സൂചിച്ചേട്ടനുള്ളപ്പോൾ സൂചിച്ചേട്ടനുള്ളപ്പം ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തത്. മനസ്സിലായോ? ആ കുഞ്ഞ് മരിച്ചുകൊണ്ട്. ഓക്കെ, അപ്പം ഇതിന് ഇനി എന്നോട് സംസാരിക്കണം, ഞാൻ പ്രതികരിക്കത്തില്ല. ഇതിന് ഷോർട്സ് നിങ്ങൾ കട്ട് ചെയ്ത് ഇടുവോ എന്തോ വേണേലും കാണിച്ചോ, ഇനി ഇത് ഞാൻ പ്രതികരിക്കത്തില്ല. ഇത് ചേച്ചിയുടെ കൂടെ ഇരുന്ന് തന്നെ എനിക്ക് പറയണമെന്നുണ്ട്. സത്യം ചേച്ചിയോട് പലപ്പോഴും പറയായിരുന്നു, എന്താ ഇതിന് ഞാൻ ചേച്ചി നമുക്ക് സംസാരിക്കാം. കാരണം ഞാൻ അതുപോലും പറയാൻ ആഗ്രഹിക്കുന്നു. വിഷമമാണ് എനിക്ക് ആ ഒരു സംഭവം. ഞാൻ ഒരേ രേണുസുതിക്കൊണ്ട് ഓരോ വീഡിയോ അതിന്റെ താഴെ രേണു നീ ഇത്ര വെളുപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഹനാൻ പറഞ്ഞതിൽ എന്താ ഒരു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ട്രോളിയിട്ടുള്ള ഒരു പേരാണ് രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ നമ്മുടെ രേണുസുതി. ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അത്രമാത്രം സോഷ്യൽ മീഡിയ അവരെ അപമാനിച്ചിട്ടുണ്ട്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ ഒരു അലിഗേഷനാണ്, അവർ അബോർഷൻ ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടീനെ അബോർഷൻ ചെയ്തിട്ടുണ്ട്. അവരതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അല്ലേ? അവരുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അവരാരുടെയും മോഷ്ടിക്കാനോ കള്ളനോട്ടടിക്കാനോ ഒന്നിനും അവർ വെളിയിലോട്ട് വരുന്നില്ല. അവർ അധ്വാനിച്ച് തന്നെയാണ് 2 കുട്ടികളെയും പോറ്റുന്നത്. ആ സ്ത്രീയെ മാറ്റം നിരന്തരം. കാരണം അവർ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്നതല്ലാതെ ഇപ്പോൾ കണ്ടില്ല, അവർ തിരക്കുള്ളൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു. സുധി ജീവിച്ചിരുന്ന കാലത്ത് പോലും കിട്ടാത്ത ഒരു വരവേൽപ്പ് ഇപ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഉയർച്ചകളിലേക്ക് പൊങ്ങി വരാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്കിപ്പം അവർ വേറെ കല്യാണാലോചനയായിട്ട് വരുന്നൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വീട് കൊടുത്ത ആൾക്കാർ പറയുന്നു ആ വീട് തിരിച്ചു വേണം. അവരെന്ത് തെറ്റാണ്? അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാനാണോ അവർക്ക് ആ വീട് നൽകിയിരിക്കുന്നത്? അവർ ആയുഷ്കാലം ഭർത്താവ് മരിച്ചു സ്ത്രീ ഒരിക്കലും വേറെ കല്യാണം കഴിക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം. ആ 2 കുഞ്ഞുങ്ങളെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ പോരെ അവരുടെ ജീവിതകഥയല്ല. എന്തിനാണ് നമ്മൾ നാട്ടുകാർ അവരുടെ ജീവിതത്തിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? ഒരു സ്ത്രീ ഉയർന്നു വരാൻ നേരത്ത് നമ്മൾ എല്ലാവിധ സപ്പോർട്ടുകളല്ലേ കൊടുക്കേണ്ടത്?